ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഊണാണ്. ഇത് നമുക്ക് മീനോ ഇറച്ചിയോ മുട്ടയോ തേങ്ങ പോലും ആവശ്യമില്ല ഈ കറികൾക്കൊന്നും. അപ്പോൾ പലർക്കും ഇപ്പോൾ ഇത് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾക്ക് നല്ല സ്വാദോടു കൂടി ഒരു ഊണ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്, പലർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം മീനും ഇറച്ചിയും കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് പച്ചക്കറികളോ തേങ്ങ ഒന്നും ചേർക്കാതെ 2 മിനിറ്റിൽ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ പച്ചപ്പുളിശ്ശേരി എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കണമുണ്ടോ നമ്മൾ നാടൻ കറികൾക്കൊക്കെ ടേസ്റ്റ്. പിന്നെ കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറി, മോരുകറി, തേങ്ങ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് കൊടുക്കും. നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്താൽ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം എന്ന് പറയുന്നത് അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് കൂടുതൽ ചേർക്കരുത്. ടേസ്റ്റ് കുറച്ച് ചേർക്കുമ്പോൾ തന്നെയാണ് ഇതിന് നല്ല രുചി. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അതും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ആ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കൊരു റെഡിഷ് കളർ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തീ നല്ലതുപോലെ കുറച്ച് വെക്കണം. ജസ്റ്റ് ഇതൊന്ന് പച്ചമണം പോകും വരെ ആ പൊടികളും കൂടി മൂപ്പിച്ചെടുത്താൽ മതി. തീ കുറച്ച് വെച്ച ശേഷം കട്ടകളില്ലാതെ ഉടച്ചെടുത്തേക്കണം തൈര്. ഞാനിവിടെ യോഗട്ടാണ് എടുത്തേക്കുന്നത്, പുളിയില്ലാത്ത തൈരാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾക്ക് മോരുകറി ലൂസാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 1 കിലോയുടെ തൈരാണ്. അതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 കപ്പ് വെള്ളത്തോളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു മോരുകറി തന്നെയാണിത്. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മോരുകറി തയ്യാറാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തൈര് ചേർക്കുമ്പോൾ തീ നല്ലപോലെ കുറച്ച് വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിച്ച് തൈര് പിരിഞ്ഞു പോകരുത്. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കഷ്ണം കൂടുതലായിപ്പോൾ നമ്മളുടെ പുളിശ്ശേരി. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇനി ആ ചൂടിൽ ഇരുന്ന് തന്നെ തൈര് പിരിയും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയ ശേഷമാണ് തീ നിറക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പച്ചപ്പുളിശ്ശേരി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളും തേങ്ങ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചേന വളർത്തിയതിൻ്റെ റെസിപ്പിയാണ്. അതിന് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 200 ഗ്രാം ചേന അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് വലുതല്ല എന്നാലും അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ചേന തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പക്ഷേ ഞാൻ മറന്നുപോയി, ആദ്യമേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചേന വേവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാ ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. സാധാരണ ഞാൻ മേടിക്കുന്ന ചേന ഇത്രയും എളുപ്പത്തിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം വെച്ചത്. ശരിക്കും ഇങ്ങനെ ഈ വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ ചേനയുടെ ഗുണമൊക്കെ അതിലേക്ക് പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം വെക്കരുത്. അത് ചേനയുടെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് വേണം വെക്കാൻ. സാധാരണ ഞാൻ മേടിക്കുന്ന ഒരുപാട് സമയം എടുക്കും വെന്ത് കിട്ടാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ വെള്ളം കൂടിപ്പോയി. പിന്നെ ചേന റോസ്റ്റൊക്കെ ആക്കി എടുക്കാനാണെങ്കിൽ ഒട്ടും ഉടഞ്ഞു പോകാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചേന തന്നെയാണ് നല്ലത്. പക്ഷേ ഞാനിത് ഒലത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അരിപ്പയിൽ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഇരുമ്പ് ചീനിച്ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട പപ്പടം വറുത്ത് കോരുകയാണ്. ഈ എണ്ണ തന്നെയാണ് ഞാൻ ചേന ഒലത്തിയെടുക്കുന്നത്. അപ്പോൾ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പപ്പടം ആദ്യമേ വറുത്തെടുത്തതാണ്. പപ്പടം ഇഷ്ടമല്ലാത്ത ആരും കാണില്ലല്ലോ, എല്ലാവർക്കും പപ്പടം ഇഷ്ടമാണല്ലോ എത്ര കറികളുണ്ടെങ്കിലും. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്ത് പൊട്ടിക്കുകയാണ്. ഇനി നമ്മൾ ചേന വളർത്തുന്ന അതുമാതിരി ഉരുളക്കിഴങ്ങ്, കായ ഇതൊക്കെ വളർത്തുമ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണത്. ഞങ്ങൾക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം ഞാൻ 1 കുടത്തോളം വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേനയിലും കായലൊക്കെ വെളുത്തുള്ളി ഒരുപാട് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു സവാള ഒന്ന് റഫ്
പാർസ്ലി അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലപ്പൊടികളാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ മസാലപ്പൊടികൾ തന്നെയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, നമ്മളുടെ കാശ്മീരി ചില്ലി അല്ല, നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുമാതിരി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഗരം മസാല എനിക്കിഷ്ടമല്ല ഇതിൽ, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ചേനയിൽ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനും കൂടി കണക്കാക്കി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ആ പൊടികളെല്ലാം ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരുന്ന ചേനയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ചേനയുടെ എല്ലാ ഭാഗത്തും ആ പൊടികൾ സവാളയുടെയൊക്കെ ആ കൂട്ടൊന്ന് ആക്കിയെടുക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ മാതിരി ചേന നമ്മൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന മാതിരി തന്നെ മസാലകളൊക്കെ ചേർത്ത് പൊരിക്കാനും പറ്റും. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് എപ്പോഴും രുചി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്, ഷാലോ ഫ്രൈനൽ. അപ്പോൾ ഇത് അധികം എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചേന റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളുടെ ചേന വളർത്തിയത് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള നമ്മളുടെ ചേന വളർത്തിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. തട്ടിക്കൂട്ട് തീ ഒന്നും കത്തിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കണം. ഇതിന് എന്ത് പേരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിതിനെ സവാള ചമ്മന്തി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ രുചി. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്, കറക്റ്റ് ഒരു കണക്കൊന്നുമില്ല. പിന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി എന്ന് പറഞ്ഞാൽ വിനീഗർ, നമ്മളുടെ ചൊറുക്കയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം കഴിക്കാൻ. ഇത് മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. പിന്നെ നമ്മളിതിൽ ചില നേരത്ത് മുളക് പൊടിക്ക് പകരം അച്ചാറുകളും ഇടും. അപ്പോഴും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾക്ക് ഊണ് വിളമ്പുക അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല കുത്തരി ചോറുണ്ട്. ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ചോറും റെഡിയായി കിട്ടും. ഞാൻ എപ്പോഴും റൈസ് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അരി തിളപ്പിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഇറക്കി വെക്കും. പിന്നെ എനിക്ക് വലിയ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് കാണിക്കാമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ നമ്മൾ മുരിച്ചെടുത്ത് നമ്മളുടെ ചേന വളർത്തിയത് അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയില്ല, അത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ സവാള ചമ്മന്തി, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മോരും പപ്പടവും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. ശരിക്കും ഇത് നല്ല കോമ്പിനേഷനാണ്. ഞങ്ങളിവിടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും, ഹസ്ബൻഡും ഞാനും നോൺ വെജ് പ്രിഫർ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഊണ്. വല്ലപ്പോഴൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. എന്നാലും ശരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും, വളരെ ചിലവും കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതും കൂടി പ്ലീസ് ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.